എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ യാത്ര പാലക്കാടേക്കാണ്. ഈ യാത്രയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ഞങ്ങൾ തസ്രാക്കിലേക്കാണ് പോകുന്നത്. പ്രശസ്ത മലയാളി നോവലിസ്റ്റ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എറണാകുളത്ത് നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. മനോഹരമായ കുതിരാൻ തുരങ്കവും കടന്ന് പാലക്കാടേക്ക്. തുരങ്കത്തിനകത്തൂടെ പോകുന്നത് ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. ശരിക്കും ആസ്വദിച്ചു. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുള്ള തുരങ്കം. സുന്ദരമായ മലനിരകളാണ് തുരങ്കം കഴിഞ്ഞെത്തുമ്പോൾ കാണുന്ന കാഴ്ച. ഞങ്ങൾ സാവധാനം പാലക്കാടൻ ഗ്രാമക്കാഴ്ചകളിലേക്ക് കയറി. പാടങ്ങൾക്കിടയിലുള്ള റോഡിലൂടെ കാഴ്ചകൾ ആസ്വദിച്ച് തസ്രാക്കിലേക്ക്. ഖസാക്കിന്റെ ഇതിഹാസമാണ് ഞാൻ ആദ്യം വായിച്ച മലയാളം നോവൽ. ഒരു ദിവസം കൊണ്ട് ഞാൻ ആ നോവൽ വായിച്ചു തീർത്തു. പക്ഷേ ഒറ്റ വായനയിൽ ഒതുങ്ങുന്നതല്ല ആ നോവൽ. അതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഞങ്ങൾ തസ്രാക്കിന്റെ പടിവാതിൽക്കലെത്തി. കൂമൻകാവിൽ ബസ് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഖസാക്കിന്റെ ഇതിഹാസം പിറന്ന ഞാറ്റുപുരയിലേക്കാണ് ഞങ്ങൾ കയറിയത്. ഞാറ്റുപുരക്കകത്തു കയറുമ്പോൾ OV വിജയന്റെ ജീവൻ തുളുമ്പുന്ന വലിയ ചിത്രങ്ങൾ. പഴയകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വരാന്ത. അവിടെ നിന്നും പുറത്തേക്കുള്ള കാഴ്ചകൾ നോക്കി കുറച്ചു സമയം ഇരുന്നു. അതിനു മുന്നിൽ ചെറിയൊരു പൂന്തോട്ടം. അതിന് നടുവിൽ ശ്രീ OV വിജയന്റെ മനോഹരമായ ഒരു പ്രതിമയും. നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം. ഞാറ്റുപുരക്കകത്ത് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളും അദ്ദേഹത്തിന്റെ ഫോട്ടോകളുമാണ്. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് പ്രധാന കെട്ടിടത്തിലേക്കാണ്. അവിടുത്തെ കാറ്റും കൊണ്ട് കുറച്ചു സമയം ഞങ്ങൾ അവിടെ ഇരുന്നു. പ്രധാന ബിൽഡിങ്ങിന് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ പാടങ്ങളായിരുന്നു. അതൊക്കെ ഞങ്ങൾ അങ്ങനെ കണ്ടാസ്വദിച്ചു. തിരിച്ച് വീണ്ടും ഞങ്ങൾ മേൽ കെട്ടിട ഭാഗത്തേക്ക് നടന്നു. അപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. അവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഒരു ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ച് ആ വിശപ്പിനെ ഒന്ന് ഒതുക്കി. അതിനുശേഷം ഞങ്ങൾ പുറകുവശത്തേക്ക് പോയി നോക്കി. അവിടെ മനോഹരമായ പൂന്തോട്ടവും
OV വിജയന്റെ പുസ്തകങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച സ്മാരകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് വന്നു. OV വിജയന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ രചനകളെയും ആസ്പദമാക്കി ഒരു മനോഹരമായ ആർട്ട് ഗാലറി ആയിരുന്നു മുകളിൽ സജ്ജീകരിച്ചിരുന്നത്. അതൊക്കെ ചുറ്റി നടന്ന് വിശദമായി കണ്ടതിനു ശേഷം ഞങ്ങൾ സാവധാനം താഴോട്ടിറങ്ങി. എല്ലാവരോടും നന്ദി പറഞ്ഞ ശേഷം ഞങ്ങൾ പാലക്കാട്ടിൻ്റെ ഒരു മനോഹര നിർമ്മിതിയായ ബ്രിട്ടീഷ് പാലത്തിൻ്റെ കാഴ്ച കാണാൻ പോയി. യാത്ര വീണ്ടും പാലക്കാട്ടെ മനോഹരമായ പാടങ്ങൾക്കിടയിലൂടെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രിട്ടീഷ് ബ്രിഡ്ജിലെത്തി. വെയിലുണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥ. ഞങ്ങൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ അത് ശരിക്കും എൻജോയ് ചെയ്തു. അവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. പ്രകൃതി രമണീയമായ പാലക്കാടൻ നാട്ടുവഴികളിലൂടെ ഉള്ള യാത്ര മനസ്സിന് ഏറെ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഹരിതാഭയും പച്ചപ്പും ഇവിടെ വേണ്ടുവോളം ഉണ്ടായിരുന്നു. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന സഞ്ചാരികൾക്ക് പാലക്കാട് എന്നും ഒരു മനോഹരമായ അനുഭവമാണ് നൽകുന്നത്. പാലക്കാടിൻ്റെ ഗ്രാമഭംഗി നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് എങ്ങും. എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു പാലക്കാടൻ തനിമ ആസ്വദിക്കാം. വഴിയരികിൽ പുരാതനമായ ക്ഷേത്രങ്ങളും മറ്റ് കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. മഴ പെയ്യുന്നു. മഴ മാത്രമേ ഉള്ളൂ. കാലവർഷത്തിൻ്റെ വെളുത്ത മഴ. മഴ ഉറങ്ങി. മഴ ചെറുതായി. രവി ചാഞ്ഞു കിടന്നു. ഖസാക്കിൻ്റെ മനോഹരമായ ഓർമ്മകളുമായി ഞങ്ങൾ മടങ്ങി. മറ്റൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.